ഈ ഓണത്തിന് എൻ്റെ ഈ ഒരു റെസിപ്പി നോക്കി അതിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപാര ടേസ്റ്റാണ്. നമ്മുടെ സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് അവിയലാണ്. പലതരം പച്ചക്കറികളും നാളികേരത്തിൻ്റെ ആ ഒരു സ്വാദം ചേരുന്ന ഈ ഒരു വിഭവം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിയലിനായിട്ടുള്ള പച്ചക്കറികൾ ഞാനിവിടെ നീളത്തിലരിഞ്ഞാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ ഇടുന്നത് ചേനയാണ്. ചേനയ്ക്ക് അല്പം വേവ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം ഇടുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേന ഉടഞ്ഞു പോകാണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ചേന ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബാക്കി വരുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ അവിയലിനായി എടുത്തിട്ടുള്ളത് പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ, മത്തങ്ങ, ക്യാരറ്റ്, പിന്നെ അച്ചിങ്ങ, പിന്നെ കുറച്ച് പടവലങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 പച്ചമുളക് നമ്മൾ നെടുകെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തണ്ട് കറിവേപ്പില. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പച്ചക്കറികൾ വേവാനുള്ള വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. പൊടികളെല്ലാം നല്ല രീതിയിൽ പച്ചക്കറികളിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് പച്ചക്കറികളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചക്കറികളിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങുന്നതായിരിക്കും വേവിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളി നമുക്ക് 6 എണ്ണം വേണം, ഒരു തണ്ട് കറിവേപ്പിലും ഒരു വലിയ പച്ചമുളകുമാണ് ആവശ്യമുള്ളത്. പിന്നെ പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒത്തിരി പേസ്റ്റായി പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ തേങ്ങ ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരച്ചു വെച്ച തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ആ ജാറിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചക്കറികൾ ഒന്നും തന്നെ ഉടയാണ്ട് പതുക്കെ എല്ലാ പച്ചക്കറികളിലും ആ തേങ്ങാപ്പീര പിടിക്കുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കും. ഇനി ഈ അവിയലിന് ചെറുതായിട്ടൊരു പുളിരസം കിട്ടാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഒഴിച്ചാൽ മാത്രം മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറികൾ ഒന്നും ഉടയാണ്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേറെ ഒരു എണ്ണയും ഇതിലേക്ക് യൂസ് ചെയ്യരുത്, വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലർ ഇതിൽ തൈരിന് പകരം മാങ്ങ ഇടാറുണ്ട്, പക്ഷേ തൈരാണ് ഈ ഒരു അവിയലിന് കൂടുതലും ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എൻ്റെ ഈ അടിപൊളി അവിയൽ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം. ഇനി കമന്റ് ഇടാൻ മടിയുള്ളവർ ലൈക്കെങ്കിലും ഒന്ന് ചെയ്തേക്കാം. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി ഓണം വിഭവമായിട്ട് കാണും വരെ ബൈ.